ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും ഈസി മെത്തേഡായിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സാൻഡ്വിച്ച് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എഗ് സാൻഡ്വിച്ചാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ അതാണ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യം വന്നിട്ട് സവാള നന്നാക്കി റൗണ്ട് ഷേപ്പിൽ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ തക്കാളിയും അതുപോലെ തന്നെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വന്നിട്ടുള്ളത് ഒരു പച്ചമുളകാണ്. ആ പച്ചമുളകും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ടോസ്റ്റ് ചെയ്യണ പോലെയൊന്നും ആക്കി എടുക്കുന്നില്ല. സോഫ്റ്റ് ബ്രെഡാണ് ഈ സാൻഡ്വിച്ചിന് ഏറ്റവും നല്ലത്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്, സോഫ്റ്റ് ബ്രെഡ്. അപ്പോൾ ബ്രെഡിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ഇതെന്താ ബ്രെഡ് ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട കേട്ടോ. കുട്ടികളുടെ പണിയാണ്. അവർ ചെറുതായിട്ടൊന്ന് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ബ്രെഡ് വന്നിട്ട് അവരുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ അവർ കട്ട് ചെയ്ത് തന്നതാണ്. അപ്പോൾ പിന്നെ അവരുടെ ഇഷ്ടമല്ലേ, അങ്ങനെ വിട്ടുകൊടുത്തു. പിന്നെ ഞാൻ ഒരു പാൻ വെച്ച് അതിൽ വന്നിട്ട് ഈ സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ആവശ്യത്തിന് ചെറുതായിട്ടൊരു നുള്ളു ഉപ്പും ചേർത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഒരുപാട് അങ്ങോട്ട് വാട്ടിയെടുക്കല്ല. നമ്മൾക്ക് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ ഉള്ളിക്ക്, ഒരുപാട് വഴന്നിട്ടില്ല വെച്ചെങ്കിൽ ആ എന്നുള്ള അത് നമുക്ക് കിട്ടണം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വാട്ടിയെടുക്കരുത്. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. എന്നതിന് ശേഷം ഞാനിവിടെ ഒരു മുട്ട വന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് വന്നിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പൊരിച്ചെടുത്തതിന് ശേഷം ഞാനത് വന്നിട്ട് ബ്രെഡിൻ്റെ സൈസിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്കത് ബ്രെഡിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഫിനിഷിങ്ങിൽ ഇരിക്കുള്ളൂ. അതെന്താ പറയുക, അത് വല്ലാത്തൊരു പണിയായിരുന്നു. പിന്നെ നമ്മളുടെ സാൻഡ്വിച്ചിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കെച്ചപ്പും അതുപോലെ തന്നെ മയോണീസും. ഞാൻ മുന്നേ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മയോണീസും കെച്ചപ്പും ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ. പക്ഷെ ഞാൻ അതിൽ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, വോയിസ് കൊടുക്കാണ്ടാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഷവർമയുടെ റെസിപ്പി ചെയ്യുമ്പോൾ ഞാനതിൽ മയോണീസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും മയോണീസും കെച്ചപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അറിയാമായിരിക്കും. അറിയാത്തവരുണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതൊന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയത് വെജ് മയോണീസാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്രെഡിലോട്ട് മയോണീസ് തേച്ച് കൊടുത്തിട്ട് പിന്നീട് വന്നിട്ട് ഒരു മുട്ട വെച്ച് കൊടുത്തു. പൊരിച്ച മുട്ട വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ സവാളയും തക്കാളിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ബ്രെഡിൽ നമ്മൾ മയോണീസ് തേച്ച് കൊടുത്തിട്ട് കെച്ചപ്പ് അതിൻ്റെ ഇടയിൽ തക്കാളിയുടെയും സവാളയുടെയും മുകളിൽ കൂടെ കുറച്ച് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പെട്ടെന്ന് ഒരു സാൻഡ്വിച്ചൊക്കെ കഴിക്കണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ ഈ 2 ഐറ്റംസ് കെച്ചപ്പും ബ്രെഡും അതുപോലെ തന്നെ എഗ്ഗൊക്കെ ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക
ആണെന്നുണ്ടെച്ചിങ്ങൽ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെച്ചിങ്ങൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ, പിന്നെന്താ, റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.